ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഞെട്ടിക്കുന്ന തോൽവിയാണ് റയൽ മാഡ്രിഡിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഹൊസെ മൊറീഞ്ഞോയുടെ പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്ക 2-4 ഗോളുകൾക്കാണ് റയലിനെ അട്ടിമറിച്ചത്. ഇതോടുകൂടി റയൽ മാഡ്രിഡ് ടോപ്പ് 8 നിന്നും പുറത്താവുകയും ചെയ്തു. അവർക്ക് പ്ലേ ഓഫ് കളിക്കേണ്ടി വരികയാണ്. അതേസമയം 2 ഗോൾ മാർജിനിൽ വിജയിച്ചാൽ മാത്രമായിരുന്നു ബെൻഫിക്കയ്ക്ക് പ്ലേ ഓഫിനുള്ള യോഗ്യത ലഭിക്കുക. അത് അവർ നേടിയെടുക്കുകയും ചെയ്തു. അതിന് നന്ദി പറയേണ്ടത് അവരുടെ ഗോൾ കീപ്പറായ ട്രൂബിനോടാണ്. അദ്ദേഹത്തിൻ്റെ ഹെഡർ ഗോളാണ് അവർക്ക് ആ ഒരു യോഗ്യത നേടിക്കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഈ മത്സരത്തിൽ റയലിന് വേണ്ടി മോശം പ്രകടനം നടത്തിയ താരങ്ങൾ ആരൊക്കെയാണ്? അത്തരത്തിലുള്ള 4 താരങ്ങളുടെ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ താരം അത് റൗൾ അസെൻസിയോ തന്നെയാണ്. അതായത് മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരു റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു. മാത്രമല്ല ഒറ്റ റിക്കവറികൾ പോലും അദ്ദേഹം മത്സരത്തിൽ നടത്തിയിട്ടില്ല. കേവലം 2 ടാക്കിളുകൾ മാത്രമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിൽ ഒരെണ്ണം മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അങ്ങനെ മോശം പ്രകടനമാണ് റൗൾ അസെൻസിയോ നടത്തിയിട്ടുള്ളത്. ഇനി ചുവാമനിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരൊറ്റ റിക്കവറി മാത്രമാണ് അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു ടാക്കിൾ പോലും വിജയിക്കാൻ ചുവാമനിക്ക് കഴിഞ്ഞിട്ടില്ല. കൂടാതെ ഒരു പെനാൽറ്റി അദ്ദേഹം വഴങ്ങുകയും ചെയ്തു. അങ്ങനെ ഈ താരവും മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഇനി മുന്നേറ്റ നിരയിൽ ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനും ഇന്നലത്തെ മത്സരത്തിൽ റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഒറ്റ കീ പാസുകൾ പോലും നൽകാൻ റോഡ്രിഗോക്ക് കഴിഞ്ഞിട്ടില്ല. 5 ക്രോസുകൾ നൽകി. അതിൽ ഒരെണ്ണം പോലും കൃത്യമായ ഒരു ക്രോസ് ആയിരുന്നില്ല. അങ്ങനെ അദ്ദേഹവും മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഇനി ഫ്രാങ്കോ മസ്റ്റാൻഡുവോനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 11 തവണ അദ്ദേഹത്തിന് പൊസഷൻ നഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ 8 ഡുവലുകളിൽ കേവലം ഒരെണ്ണം മാത്രമാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു എറർ അദ്ദേഹം വരുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് മസ്റ്റാൻഡുവോനയുടെ കാര്യം വരുന്നത്. ഈ 4 താരങ്ങളാണ് ഇന്നലത്തെ മത്സരത്തിൽ റയലിന് വേണ്ടി ഏറ്റവും മോശം പ്രകടനം നടത്തിയിട്ടുള്ളത്. ഏതായാലും വലിയ ഒരു മാറ്റങ്ങളാണ് ഇന്നലെ ടോപ്പ് 8 സംഭവിച്ചിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ റയൽ മാഡ്രിഡ് ടോപ്പ് 8 ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അവസാനത്തിൽ കാര്യങ്ങൾ എല്ലാം മാറി മറിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.